ഈ കഥ ആരംഭിക്കുമ്പോൾ ലൊമാക്സ് എന്ന പേരിൽ ഒരാൾ ഒരു ലേഡിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവളാണ് ഈ കഥയിലെ നായിക. ഇവളുടെ പേര് ലീന എന്നാണ്. ഒരു ബയോളജിസ്റ്റ് ആയ അവളിപ്പോ ഒരു പ്രൊഫസറായിട്ട് ജോലി ചെയ്യാണ്. 7 വർഷം ഇവൾ ആർമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പ്രൊഫസറായിട്ട് ഇവളിപ്പോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലൊമാക്സ് അവളുടെ അടുത്ത് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ മിഷന് വേണ്ടി പോയപ്പോ 2 ആഴ്ചത്തേക്കുള്ള ഭക്ഷണമാണ് കൊണ്ടുപോയത്. പക്ഷെ 4 മാസം നിങ്ങൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. 2 ആഴ്ചത്തെ ആ ഭക്ഷണം കഴിഞ്ഞപ്പോ പിന്നീട് എന്താണ് നിങ്ങൾ ഭക്ഷിച്ചത്? അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കൊന്ന് വിശദീകരിക്കാൻ പറ്റുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അങ്ങനെ അവൾ ആ മിഷന് പോയ കഥ അയാളുടെ അടുത്ത് പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഒരു ഉൽക്ക ഭൂമിയിലേക്ക് വന്ന് പതിച്ചു. കടൽ തീരത്തുള്ള ഒരു ലൈറ്റ് ഹൗസിന്റെ അടുത്താണ് ആ ഉൽക്ക വന്ന് വീണത്. അതിനെ തുടർന്നിട്ടാണ് ഈ കഥയിലെ മുഴുവൻ സംഭവങ്ങളും നടക്കുന്നത്. ലീന ഇപ്പോൾ അവളുടെ കോളേജിൽ ഒരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോശ വിഭജനത്തെ കുറിച്ചിട്ടാണ് അവൾ ക്ലാസ് എടുക്കുന്നത്. അതായത് ഒരു ഏകകോശ ജീവിയിൽ നിന്നാണ് ഭൂമിയിൽ ഇപ്പോൾ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു കോശം വിഘടിച്ചിട്ട് പല പല കോശങ്ങളായിട്ട് മാറും. അങ്ങനെയുള്ള പരിണാമത്തെ കുറിച്ചിട്ടൊക്കെയാണ് അവളിപ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവൾ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവളുടെ ഒരു കൊളീഗ് അങ്ങോട്ട് വരുന്നത്. ഇയാളുടെ പേര് ഡാനിയൽ എന്നാണ്. അയാൾ അവളെ ഒരു പാർട്ടിക്ക് ക്ഷണിക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ചേർന്നിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി ഒരു പാർട്ടി നടത്തുന്നുണ്ട്, നിനക്കും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തോടെ എന്നാണ് ഡാനിയൽ ചോദിക്കുന്നത്. പക്ഷെ അവൾ അതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് ഇന്ന് എന്റെ വീട്ടിൽ അർജന്റ് ആയിട്ടുള്ള കുറച്ച് ജോലിയുണ്ട്, എന്റെ റൂം മൊത്തത്തിൽ ഇന്ന് എനിക്ക് പെയിന്റ് അടിക്കണം, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എന്നാണ് അവൾ പറയുന്നത്. അതേ കേൾക്കുമ്പോ, നോക്ക് ലീന, എനിക്കറിയാം നിന്റെ മനസ്സിന്റെ പ്രശ്നം. 1 വർഷമായിട്ട് നീ നിന്റെ ഹസ്ബൻഡിനെ പിരിഞ്ഞിരിക്കുകയാണല്ലോ എന്ന് കരുതിയിട്ട് നീ ഞങ്ങളുടെ കൂടെ ആ പാർട്ടിക്ക് വന്ന അത് അദ്ദേഹത്തിന് ചീറ്റ് ചെയ്യുന്നത് പോലെയല്ല. മാത്രമല്ല നിന്റെ മൈൻഡ് ഒന്ന് നിനക്ക് റിലാക്സ് ചെയ്യാൻ സാധിക്കും, അതുകൊണ്ട് നിനക്ക് വന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അവളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഞാൻ പാർട്ടിക്ക് വരുന്നില്ല എന്നും പറഞ്ഞ് അവൾ അവളുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ അവൾ വീട്ടിലെത്തി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ സമയവും അവൾ അവളുടെ ഹസ്ബൻഡിനെ കുറിച്ച് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അയാൾ ഒരു പട്ടാളക്കാരനാണ്. 1 വർഷം മുമ്പേ അയാൾ ഒരു മിഷന് വേണ്ടി പോയതായിരുന്നു. അതിനെ തുടർന്ന് അയാളുടെ ഒരു വിവരവും ഉണ്ടായിട്ടില്ല. അവനിപ്പോ മരിച്ചോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നൊന്നും അവൾക്ക് അറിയത്തില്ല. ആ ഒരു കാര്യം ഓർത്തിട്ടാണ് അവൾക്ക് ഇത്ര വിഷമം. അങ്ങനെ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഹസ്ബൻഡ് ആ വീട്ടിലേക്ക് വരുന്നത്. ഇവന്റെ പേര് കെയ്ൻ എന്നാണ്. പെട്ടെന്ന് അവൻ അങ്ങോട്ട് വന്നത് കണ്ട് അവളാണെങ്കിൽ ആകെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൾ വേഗം തന്നെ ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ കെട്ടിപ്പിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൾ അവന്റെ അടുത്ത് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. നീ എവിടേക്കാണ് പോയത്, എന്തായിരുന്നു നിന്റെ മിഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ അവന്റെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ അവൻ പറയുന്നത് എനിക്ക് ഒരു കാര്യം ഓർമ്മയില്ല എന്നാണ്. എന്തൊക്കെ അവൾ ചോദിച്ചിട്ടും അവന്റെ മിഷനെ കുറിച്ചിട്ടുള്ള യാതൊരു വിവരങ്ങളും അവൻ അവളുടെ അടുത്ത് പറയുന്നില്ല. ഈ സമയത്താണ് അവൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുന്നത്. അവനത് കുടിച്ച് താഴെ വെക്കുമ്പോഴാണ് അവൾ ഞെട്ടിക്കുന്ന ആ കാഴ്ച കാണുന്നത്. ആ ഗ്ലാസ്സിൽ മൊത്തം ബ്ലഡ് ആണ്. അങ്ങനെ അവൾ ഉടനെ തന്നെ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. ഈ സമയം അവൻ വല്ലാതെ ബ്ലഡ് ഛർദ്ദിക്കുന്നുണ്ട്. എന്താണ് അവന് സംഭവിക്കുന്നത് എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് കുറെ പട്ടാളക്കാർ അവരുടെ പുറകെ വരുന്നത്. വന്ന ഉടനെ തന്നെ അവർ ആംബുലൻസ് ബ്ലോക്ക് ചെയ്യാണ്. അതിനുശേഷം അവരെല്ലാവരും ചേർന്ന് കെയ്നെ അതിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങി. അതെല്ലാം കാണുമ്പോൾ അവനെ വിടുന്നൊക്കെ പറഞ്ഞിട്ട് ലീനയാണെങ്കിൽ ശരിക്കും ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു പട്ടാളക്കാരനാണെങ്കിൽ അവളെ ഒരു സിറിഞ്ച് കുത്തിവെച്ച് ബോധം കെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ അവൾക്ക് ബോധം വരുമ്പോൾ ഏരിയ എക്സ് എന്ന് പറയുന്ന ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിക്കകത്താണ് അവൾ കിടക്കുന്നത്. ഈ സമയം മറ്റൊരു ലേഡിയും കൂടെ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവരുടെ പേര് വെൻഡ്രസ് എന്നാണ്. ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇവര്. അവൾക്ക് ബോധം വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് അവൾ ഒരാളെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും സംശയിച്ചാണ് നിൽക്കുന്നത്. ഈ സമയം വെൻഡ്രസ് അവളുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവളുടെ ഹസ്ബൻഡായ കെയ്നെ കുറിച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. അതായത് അവൻ എവിടേക്കാണ് പോയതെന്ന് നിങ്ങളോട് പറഞ്ഞായിരുന്നു, അവന്റെ മിഷനെ കുറിച്ചിട്ട് അവൻ എന്താണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതെല്ലാം കേൾക്കുമ്പോൾ എന്നോട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, അവനൊന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. എന്താണ് എന്റെ ഹസ്ബൻഡിന് സംഭവിച്ചത്, അവനിപ്പോൾ എവിടെയാണുള്ളത് ലീന തിരിച്ചു ചോദിക്കുന്നു. അവൻ ഇവിടെ ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്, പക്ഷെ അവന്റെ അവസ്ഥ മോശം കണ്ടീഷനാണ്. അവന്റെ ശരീരത്തിനകത്ത് നല്ല രീതിയിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെയാണ് വെൻഡ്രസ് പറയുന്നത്. ഇന്റേണൽ ബ്ലീഡിങ്ങോ? അതെന്തുകൊണ്ടാണ്? വല്ല റേഡിയേഷൻ ഏറ്റതാണോ, അതോ വല്ല വൈറസും ബാധിച്ചോ? അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ചൊന്നും എന്നോട് പറ, എനിക്ക് ചിലപ്പോൾ നിങ്ങളെ സഹായിക്കാൻ പറ്റും, എങ്ങനെയെങ്കിലും എനിക്ക് അവന്റെ ജീവൻ രക്ഷിച്ചെടുത്തേ പറ്റൂ എന്നൊക്കെയാണ് അവൾ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ വെൻഡ്രസ് ആണെങ്കിൽ അവളെയും കൂട്ടി നേരെ ഒരു ലാബിലേക്കാണ് പോകുന്നത്. ആ ലാബിനകത്തും ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയത്താണ് അവൾ അത്ഭുതപ്പെടുന്ന ഒരു കാഴ്ച കാണുന്നത്. ആ ലാബ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ കുറച്ച് മുന്നിലായിട്ട് ഒരു പ്രത്യേക സ്ഥലമുണ്ട്. ആ സ്ഥലത്തിന് ചുറ്റും ഒരു ആവരണം പോലെ എന്തോ കാണുന്നുണ്ട്. ഭൂമിയിൽ ഇതുപോലൊരു അവസ്ഥ അവൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ അത്ഭുതത്തോടെയാണ് അവൾ അതിലേക്ക് നോക്കി നിൽക്കുന്നത്. അങ്ങനെ അവൾ അതിനെ കുറിച്ചിട്ട് ആ വെൻഡ്രസിന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. ഇതെന്താണ് സംഭവം, ദൈവികപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളാണോ, അതോ ഏലിയൻസുമായി ബന്ധപ്പെട്ടതാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ലീന അവളുടെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അതെന്താണെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല, ഞങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് പല തിയറീസും ഉണ്ട്, ഞങ്ങൾ അതിനെ ഷിമ്മർ എന്നാണ് വിളിക്കുന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ്
മുമ്പാണ് ഈ ഫിനോമിന ആരംഭിച്ചത്. അതായത് 3 വർഷങ്ങൾക്ക് മുമ്പ് അവിടെയുള്ള ഒരു ലൈറ്റ് ഹൗസിനടുത്ത് ഒരു ഉൽക്ക വീണിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് ഇത് സംഭവിച്ചത്. അതെന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി ആദ്യം ഒരു വാർഡനാണ് അതിനകത്തേക്ക് പോയത്. അയാൾ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ പല കാര്യങ്ങളും അതിനകത്തേക്ക് അയച്ചു നോക്കി. അതായത് ഡ്രോണുകൾ, മൃഗങ്ങൾ, പിന്നെ കുറച്ച് പട്ടാളക്കാരെ അയച്ചു. അവരാരും തന്നെ തിരിച്ചു വന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഷിമ്മറിന്റെ ബൗണ്ടറീസ് ഒക്കെ വലുതാവാൻ തുടങ്ങി. അത് മനസ്സിലായപ്പോൾ ഒരു കെമിക്കൽ ചോർച്ച ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ പരിസരത്തുള്ള മുഴുവൻ ആളുകളെ ഒഴിപ്പിച്ചു. പക്ഷെ അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ല. അതിന്റെ ബൗണ്ടറീസ് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കാലങ്ങൾക്കുള്ളിൽ തന്നെ അത് നമ്മുടെ നഗരങ്ങളെ മൊത്തം അതിന്റെ അകത്താക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെൻഡ്രസ് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അപ്പൊ അതിനകത്തേക്കാണോ എന്റെ ഭർത്താവിനെ അയച്ചത്? പിന്നെ പുള്ളി മാത്രം എങ്ങനെയാണ് തിരിച്ചു വന്നത്? അവർക്ക് സംശയമായി. അതിനെക്കുറിച്ച് ഞങ്ങൾക്കും അറിയത്തില്ല എന്നൊരു മറുപടിയാണ് വെൻഡ്രസ് കൊടുക്കുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം വെൻഡ്രസ് അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നത് കെയിന്റെ അടുത്തേക്കാണ്. അവനിപ്പോഴും ജീവനുണ്ട്, പക്ഷെ വെന്റിലേറ്ററിലാണ്. എത്ര കാലം ഇങ്ങനെ തുടരും എന്ന് ആർക്കും അറിയത്തില്ല എന്നാണ് വെൻഡ്രസ് അവനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നത്. അതെല്ലാം കേട്ട് ആകെ വിഷമത്തിൽ നിൽക്കുകയാണ് അവൾ. ഈ സമയം അവൾ അവളുടെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഈ കെയിൻ എന്ന് പറയുന്നത് നല്ല ദൈവവിശ്വാസിയാണ്. നമ്മുടെ ഈ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം പ്ലാൻ ചെയ്ത പോലെയാണ് നടക്കുന്നത് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. എന്നാൽ ലീന ഒരു സയന്റിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവൾ ആ കാര്യത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. ദൈവം നടക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അവർ തമ്മിൽ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് അവൾ ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെ സമയം രാത്രിയായി. ലീന ഇപ്പോ ആ ലാബിന്റെ ബാൽക്കണിയിൽ നിൽക്കുകയാണ്. അവളുടെ തൊട്ടപ്പുറത്തായിട്ട് അവിടെയുള്ള സയന്റിസ്റ്റുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അവരെല്ലാവരും അങ്ങോട്ട് വന്നിട്ട് കുറേയേറെ മാസങ്ങളായി. ഈ സമയത്താണ് ആന്യ എന്നൊരു കുട്ടി അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളെ പരിചയപ്പെടുന്നത്. ഇവൾ അവിടുത്തെ മെഡിക്കൽ ഓഫീസറാണ്. പരിചയപ്പെട്ടതിന് ശേഷം ആന്യ അവളെയും വിളിച്ചോണ്ട് അവളുടെ 2 ഫ്രണ്ട്സിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിലൊരാളുടെ പേര് ക്യാസി എന്നും മറ്റവളുടെ പേര് ജോസി എന്നുമാണ്. ഈ ക്യാസിയാണ് ആ ഷിമ്മറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ചെക്ക് ചെയ്യുന്നത്. ജോസി ആണെങ്കിൽ ഒരു ഫിസിസിസ്റ്റ് ആണ്. അങ്ങനെ ആ പരിചയപ്പെടലിന് ശേഷമാണ് അവരൊരു പ്രത്യേക കാര്യം ലീനയുടെ അടുത്ത് പറയുന്നത്. അതായത് 6 ദിവസത്തിനുള്ളിൽ അവർ 3 പേരും കൂടെ ആ ഷിമ്മറിന്റെ അകത്തേക്ക് പോവാണ്. അവർ 3 പേരും മാത്രമല്ല, വെൻഡ്രസും അവരുടെ കൂടെ പോകുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് അവരിപ്പോ ലീനയോട് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്ക് അത്ഭുതമായി. അതെന്താണ് ഇപ്പൊ നിങ്ങൾ പെണ്ണുങ്ങൾ പോകുന്നത്? അവൾക്ക് സംശയമായി. അത് മറ്റൊന്നും കൊണ്ടല്ല, ആദ്യം അങ്ങോട്ട് അയച്ചത് മിലിറ്ററി ആയിരുന്നു. പക്ഷെ അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സയന്റിസ്റ്റുകൾ അതിനകത്തേക്ക് പോകുന്നത് എന്നാണ് അവരതിന് മറുപടി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം പോയ മിലിറ്ററിക്കാർക്ക് അതിനകത്ത് വെച്ച് എന്താണ് സംഭവിച്ചത്? ലീന വീണ്ടും ചോദിക്കുന്നു. അതിന് മറുപടി പറയുന്നത് ആന്യയാണ്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ അതിന് 2 പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഒന്നില്ലെങ്കിൽ അതിനകത്തുള്ള ഏതോ ജീവികൾ ആ പട്ടാളക്കാരെ കൊന്നു കളഞ്ഞു. രണ്ടാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് ആ പട്ടാളക്കാർക്കൊക്കെ ഭ്രാന്തായിട്ട് അവർ തന്നെ പരസ്പരം കൊന്നു. ഇതിലേതെങ്കിലും ഒന്നാണ് അവിടെ നടക്കാൻ സാധ്യതയുള്ളത്. പക്ഷെ ആ പട്ടാളക്കാരുടെ കൂട്ടത്തിലെ ഒരുത്തൻ രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അവൻ ഇവിടെ മോശം കണ്ടീഷനിൽ കിടക്കുകയാണ് എന്നൊക്കെയാണ് ആന്യ പറയുന്നത്. അത് തന്റെ ഹസ്ബൻഡായ കെയിനെ കുറിച്ചാണ് അവൾ പറഞ്ഞത് എന്ന കാര്യം ലീനയ്ക്ക് മനസ്സിലായി. എങ്കിലും കെയിൻ തന്റെ ഹസ്ബൻഡാണ് എന്നൊന്നും അവൾ ഇവിടെ പറയുന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ലീന നേരെ പോകുന്നത് ആ വെൻഡ്രസിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവരുടെ അടുത്ത് കാര്യങ്ങൾ തിരക്കാൻ തുടങ്ങി. നിങ്ങൾ എന്തിനാണ് ആ ഷിമ്മറിന്റെ അകത്തേക്ക് പോകുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത്. ആ ലൈറ്റ് ഹൗസിന്റെ അടുത്താണ് ആ ഉൽക്ക വന്ന് വീണത്. അതുകൊണ്ട് തന്നെ ആ ലൈറ്റ് ഹൗസിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നെനിക്ക് കണ്ടെത്തണം. എന്നിട്ട് അവിടുത്തെ ഡാറ്റയൊക്കെ ശേഖരിച്ചിട്ട് തിരിച്ചു പോരണം. ഇതാണ് എന്റെ ഉദ്ദേശം എന്നാണ് അവൾ പറയുന്നത്. അല്ല വെൻഡ്രസ്, ഇത് മാത്രമല്ല നിങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾ വേറെന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലോ. ഇത് തന്നെയാണ് ഉദ്ദേശം. അതിനകത്തേക്ക് ആരൊക്കെ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. പക്ഷെ ആരൊക്കെ ഇതുവരെയായിട്ടും പോയിട്ടും ഇതുവരെ അതിനകത്തുനിന്ന് ഒന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതാണെങ്കിൽ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി ഞാൻ ആരെ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നേരിട്ട് തന്നെ പോയിട്ട് അത് കണ്ടെത്താൻ പോവാണ് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ വന്നോട്ടെ. എനിക്ക് എന്റെ ഹസ്ബൻഡിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്കൊന്നും അവന് വേണ്ടി ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്കും നിങ്ങളുടെ കൂടെ വരണമെന്നാണ് ആഗ്രഹം എന്നാണ് അവൾ പറയുന്നത്. അവൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ വെൻഡ്രസ് ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു. ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. ആ മിഷന് പോയ ആളുകളിൽ ഭൂരിഭാഗം പേരും മരിച്ചു. ജീവനോടിരിക്കുന്ന ഒരാളാണെങ്കിൽ വളരെ കഷ്ടിച്ചാണ് ജീവൻ നിലനിർത്തുന്നത്. എന്നിട്ടും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നീ എന്തുകൊണ്ടാണ് തീരുമാനിച്ചത് എന്നാണ് ലൊമാക്സ് ചോദിക്കുന്നത്. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്തത് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ വീണ്ടും അവൾ കഥയിലേക്ക് കടക്കുകയാണ്. വെൻഡ്രസിന്റെ നേതൃത്വത്തിൽ അവർ 4 പേരും കൂടെ ആ ഷിമ്മറിന്റെ അകത്തേക്ക് പോവാണ്. ആ ഒരു ആവരണത്തിന്റെ അപ്പുറത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അവർ ആ ഷിമ്മറിന്റെ അകത്തെത്തി പിന്നീട് കാണിക്കുന്നത് ലീന അവളുടെ ടെന്റിൽ ഉറക്കം എഴുന്നേൽക്കുന്നതാണ്. ആ ഷിമ്മറിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചതിന് ശേഷമുള്ള ഒരു കാര്യവും അവൾക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. അങ്ങനെ അവൾ വേഗം തന്നെ ആ ടെന്റിന്റെ പുറത്തേക്ക് ഇറങ്ങി. ഈ സമയം അവൾ നോക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ അവർ കൊണ്ടുപോയ ഫുഡിന്റെ എണ്ണം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവർക്കും ആ ഷിമ്മറിന്റെ അകത്തേക്ക് വന്നതിന് ശേഷമുള്ള ഒരു കാര്യം ഓർമ്മയില്ല. പക്ഷെ അവർ ഫുഡൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ അതിൽ കുറവ് കാണിക്കുന്നുണ്ട്. അതിൽ നിന്നും അവർ ആ ഷിമ്മറിന്റെ അകത്തേക്ക് വന്നിട്ട് 3-4 ദിവസങ്ങളായി എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജോസി ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ ഇത് കണ്ടില്ലേ? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് മൊത്തം ഞാൻ ചെക്ക് ചെയ്തു. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ക്യാമറയും
അവിടെയും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഒരു സിഗ്നലും അയക്കാൻ സാധിക്കുന്നില്ല. മാത്രമല്ല നമ്മുടെ കോമ്പസും വർക്ക് ആവുന്നില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ ലൈറ്റ് ഹൗസിലേക്ക് എത്തുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത്. അത് കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്ന് നേരെ തെക്കോട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ കടൽ തീരത്തെത്തും. അങ്ങനെ കടലിന്റെ അതിര് പിടിച്ച് പോയി കഴിഞ്ഞാൽ ഈ ഷിമ്മറിന്റെ ബൗണ്ടറിയിലേക്ക് എത്താൻ സാധിക്കും. അവിടെയാണല്ലോ ഈ ലൈറ്റ് ഹൗസ് ഇരിക്കുന്നത് എന്നാണ് കാസി പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ പക്ഷെ തെക്കെങ്ങനെ കണ്ടുപിടിക്കും? ജോസിക്ക് സംശയമായി. അതിനൊരു എളുപ്പവഴിയുണ്ട്. നമ്മുടെ വാച്ചിലെ മണിക്കൂർ സൂചി ഉണ്ടല്ലോ, അത് സൂര്യനെ നേരെ പിടിച്ചിട്ട് 12 വ്യത്യാസം നോക്കുക. ആ ഒരു പൊസിഷൻ ആയിരിക്കും തെക്ക് ഭാഗത്തേക്കുള്ള വഴി എന്നാണ് അവള് പറയുന്നത്. അവരതൊക്കെ പറയുമ്പോഴാണ് വെൻഡ്രസ് ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? 3 വർഷമായി ഇതിനകത്തേക്ക് ഓരോരോ ആൾക്കാർ വരാൻ തുടങ്ങിയിട്ട് അവർക്ക് ആർക്കും തന്നെ ഈ ഷിമ്മറിന്റെ വെളിയിലേക്ക് ഒരു മെസ്സേജും അയക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉപകരണങ്ങൾ ഒന്നും വർക്കാവത്തില്ല എന്നറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ട് ആ കാര്യം ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ഇപ്പൊ തന്നെ നേരം വൈകി, നമുക്ക് ഉടനെ തന്നെ ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് വെൻഡ്രസ് അവരെയും കൂട്ടി നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് ഒരു കുളത്തിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അതിനടുത്തായിട്ട് ഒരു ചെറിയ വീടും കാണുന്നുണ്ട്. അവര് വേഗം തന്നെ ആ വീടിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം അവിടെ സൈഡിലായിട്ട് കുറെ പൂവൊക്കെ പൂത്തു നിൽക്കുന്നുണ്ട്. ആ കാഴ്ച അവരെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ആ പൂക്കളെല്ലാം തന്നെ ഒരു ചെടിയിൽ ഉണ്ടായതാണ്. എന്നാൽ പലതരത്തിലാണ് ആ പൂക്കളിരിക്കുന്നത്, ഒരുമാതിരി മ്യൂട്ടേഷൻ സംഭവിച്ച പോലെ. വളരെ കൗതുകത്തോടെ ലീന ആ പൂക്കളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ജോസി ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആ വീട്ടിന്റെ അകത്തേക്കാണ് പോകുന്നത്. അവിടെയൊക്കെ ചെക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവൾ എന്തോ ഒരു സാധനം അതിന്റെ അകത്തേക്ക് പിടിച്ചു വലിക്കുന്നത്. അതിനകത്തും മൊത്തം വെള്ളമാണ്. ആ വെള്ളത്തിന്റെ അടിയിലേക്കാണ് ആ സാധനം അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത്. അത് കണ്ട ഉടനെ തന്നെ ബാക്കി എല്ലാവരും വെള്ളത്തിലേക്ക് ചാടിയിട്ട് അവളെ കഷ്ടപ്പെട്ട് അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. അങ്ങനെ അവരവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴാണ് ആ സാധനം ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് വരുന്നത്. അതൊരു വലിയ മുതലയായിരുന്നു. അത് വീണ്ടും അവരുടെ അടുത്തേക്ക് വന്നിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അത് കണ്ട ഉടനെ തന്നെ ലീനയാണെങ്കിൽ അതിന് നേരെ തുരുതുര ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ മുതലയാണെങ്കിൽ ചത്തുപോവുകയും ചെയ്യുന്നു. അങ്ങനെ അത് ചത്തു കഴിഞ്ഞിട്ട് ലീന വേഗം ചെന്നിട്ട് ആ മുതലയെ പരിശോധിക്കാൻ തുടങ്ങി. അതിന്റെ പല്ലുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അതിനും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതൊക്കെ കണ്ട് അവർ ശരിക്കും അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ്. ആദ്യമൊക്കെ വളരെ ചെറിയ രീതിയിലായിരുന്നു മ്യൂട്ടേഷൻ കണ്ടത്. പക്ഷെ ഞങ്ങൾ ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് പോകും തോറും ആ മ്യൂട്ടേഷന്റെ തോത് ഇങ്ങനെ വർദ്ധിക്കുകയായിരുന്നു. ആദ്യം ഒരുപാട് രൂപമാറ്റങ്ങൾ ഞങ്ങൾ കണ്ടു. പിന്നെ ചില രൂപങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റുകൾ കാണാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അവള് കയ്യിലെ ടാറ്റു പോലത്തെ ഒരു സാധനമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം കാണുമ്പോൾ ഇതൊരു പക്ഷെ നിനക്ക് തോന്നുന്നതായിക്കോട്ടെ എന്നാണ് ലൊമാക്സ് ചോദിക്കുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം വിചാരിച്ചത്. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരേ കാര്യങ്ങളാണ് കണ്ടത്. ഒരു സ്വപ്നം പോലെയായിരുന്നു ഞങ്ങൾക്കത് ഫീൽ ചെയ്തത് എന്നാണ് അവള് പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും ഇപ്പോഴൊരു തോണിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ യാത്രക്കിടയിൽ കാസിയും ലീനയും തമ്മിൽ ഒരു സംസാരം നടക്കുന്നുണ്ട്. അതായത് അവരെന്തിനാണ് ഇത്രയും റിസ്ക് ഉള്ള ഒരു മിഷൻ തെരഞ്ഞെടുത്തത്. ലീനയുടെ അവസ്ഥ അറിയാലോ, അവളുടെ ഭർത്താവിന്റെ കണ്ടീഷൻ എങ്ങനെ ആയതുകൊണ്ടാണ് അവൾ ആ യാത്രയ്ക്ക് ഒരുങ്ങിയത്. എന്നാൽ ബാക്കി 3 പേരുടെയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും ഒറ്റപ്പെട്ടാണ് ജീവിക്കുന്നത്. അവരെ കാത്തിരിക്കാൻ അവരുടെ വീട്ടിൽ ആരും തന്നെ ഇല്ല. അതുകൊണ്ടാണ് അവർ ഇത്രയും റിസ്ക് ഉള്ള ഒരു മിഷന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ അവർ കുറെ പോയതിനു ശേഷം ഒരു മിലിറ്ററി ബേസിന്റെ അകത്തേക്കാണ് അവർ എത്തിയിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചയും അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവിടെയൊക്കെ ആ മ്യൂട്ടേഷന്റെ അളവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചുമരിൽ വരെ ആ മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഒരു ഞെട്ടലോടെയാണ് ലീന അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ പരിശോധന കഴിഞ്ഞ് അവർ ആ ബേസിന്റെ അകത്തേക്ക് എത്തി. അവിടെ പരിശോധിക്കുമ്പോഴാണ് അവർ മറ്റൊരു കാര്യം കാണുന്നത്. അവിടെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആ പട്ടാളക്കാരുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. മാത്രമല്ല അവർക്കൊക്കെ ഓരോരോ ടൈമും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. കുറച്ചുപേര് ഇവിടെ റെസ്റ്റ് എടുക്കുമ്പോൾ ഒരാൾ അവർക്ക് വേണ്ടി കാവല് നിന്നിട്ടുണ്ട്. ആ ഒരു ഷെഡ്യൂളാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞതിന് ശേഷമാണ് അവർ വേറൊരു കാര്യം കാണുന്നത്. അതൊരു വീഡിയോ ടൈപ്പ് ആയിരുന്നു. അത് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അതിലെ കാഴ്ച അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. കെയ്ൻ ആണ് അതിലുണ്ടായിരുന്നത്. അവനിപ്പോ വേറൊരു പട്ടാളക്കാരുടെ വയറ് കീറിക്കൊണ്ടിരിക്കുകയാണ്. ആ വയറ് കീറി കഴിയുമ്പോൾ അയാളുടെ കുടലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് അവർ വേഗം തന്നെ ആ വീഡിയോ ഓഫ് ചെയ്യാണ്. ഈ സമയം ആന്യ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരൊക്കെ പരസ്പരം കൊന്നതാണ്. ഇതിലിനി കൂടുതൽ കൺക്ലൂഷന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് അവള് പറയുന്നത്. അത് കേൾക്കുമ്പോ, അല്ല ആന്യ, നീ അയാളുടെ കുടലിൽ ശ്രദ്ധിച്ചില്ലേ, അതിങ്ങനെ അനങ്ങുന്നുണ്ടായിരുന്നല്ലോ, അതെന്താണ് സംഭവം എന്നാണ് കാസി ചോദിക്കുന്നത്. അത് നിനക്ക് തോന്നിയതാണ്, ആ ലൈറ്റ് അടിച്ചതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ കണ്ടത്, അല്ലാതെ കുടൽ അനങ്ങിയിട്ടൊന്നുമില്ല എന്നാണ് ആന്യ പറയുന്നത്. അങ്ങനെ അവിടെ പരിശോധിച്ചതിന് ശേഷം അവർ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് അവരൊരു പൂളിലാണ് എത്തിയിരിക്കുന്നത്. ആ പൂളിൽ വെച്ചിട്ടാണ് അവർ നേരത്തെ കണ്ട വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ പട്ടാളക്കാരൻ ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട്. അയാളുടെ ശരീരത്തിലും നല്ല രീതിയിൽ മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുകയാണ്. മാത്രമല്ല അവന്റെ വയറ് കയറിയ കത്തി അവിടെ താഴെ കിടക്കുന്നുണ്ട്. ആ കാഴ്ച അവർ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഇനി അതിന്റെ അകത്ത് നിൽക്കാൻ അവർക്ക് ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ വേഗം പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് എവിടെയെങ്കിലും റെസ്റ്റ് എടുക്കണം. അതിനുവേണ്ടി അവർ കണ്ടെത്തിയിരിക്കുന്നത് അവിടെയുള്ള ഒരു വലിയ ടവറാണ്. ഇനി കാണിക്കുന്നത് ലീനയുടെ പാസ്റ്റിൽ നടന്നൊരു കാര്യമാണ്.
അതായത് കെയ്ൻ ഇപ്പോൾ ആ മിഷന് വേണ്ടി പോകാൻ തയ്യാറായിട്ടുണ്ട്. അവനിപ്പോൾ അവളുടെ അടുത്ത് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവന്റെ മുഖത്ത് വല്ലാത്തൊരു വിഷമമുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് എന്ന കാര്യം അവൻ അവളുടെ അടുത്ത് പറയുന്നില്ല. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രമാണ് അവൻ പറയുന്നത്. അത് കേട്ട ഉടനെ തന്നെ ലീനയാണെങ്കിൽ അവനൊരു ഉമ്മ കൊടുക്കാൻ തുടങ്ങി. എന്നാൽ അവനാണെങ്കിൽ അത് സ്വീകരിക്കുന്നില്ല. അവൻ വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. ഈ ഒരു സ്വപ്നവും കണ്ടുകൊണ്ടാണ് അവൾ എഴുന്നേൽക്കുന്നത്. അങ്ങനെ അവൾ എഴുന്നേറ്റിട്ട് അവളുടെ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും അവക്കും ചെറിയ രീതിയിൽ മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അങ്ങനെ ആ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവൾ നേരെ വെൻഡ്രസിന്റെ അടുത്തേക്കാണ് പോകുന്നത്. വെൻഡ്രസ് ആണെങ്കിൽ താഴെ കാവൽ നിൽക്കുകയാണ്. ഈ സമയം ലീനയെ കാണുമ്പോൾ നാളത്തെ ദിവസം അവർ പോകേണ്ട റൂട്ടിനെ കുറിച്ചിട്ടൊക്കെ വെൻഡ്രസ് പറയാൻ തുടങ്ങി. അതായത് നേരെ കടൽ തീരത്തേക്ക് പോവാ, അതിന്റെ അടുത്തായിട്ടാണ് ലൈറ്റ് ഹൗസ് ഉള്ളത്, നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്താൻ സാധിക്കും എന്നൊക്കെയാണ് വെൻഡ്രസ് പറയുന്നത്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം ലീന ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു സൂയിസൈഡ് മിഷൻ തെരഞ്ഞെടുത്തത് എന്നാണ് അവൾ ചോദിക്കുന്നത്. അതിനവര് മറുപടി പറയുന്നത് മനുഷ്യന്റെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് സ്വഭാവത്തെ കുറിച്ചിട്ടാണ്. അതായത് സ്വയം നശിപ്പിക്കുക. അവന്റെ മനസ്സിന് വല്ലാതെ എന്തോ അലട്ടുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഒരു ആത്മഹത്യാ പ്രേരണയും അവന്റെ മനസ്സിലുണ്ടായിരുന്നു. എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ അവനെ ഇന്റർവ്യൂ എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത് എന്നൊരു മറുപടിയാണ് വെൻഡ്രസ് കൊടുക്കുന്നത്. അതൊക്കെ കേട്ട് ലീനയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അവന്റെ മനസ്സ് ഇത്ര അടുത്തു പോകാൻ കാരണം എന്ന് എത്ര ആലോചിച്ചിട്ടും ലീനയ്ക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് അവിടെ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ലീന ഉടനെ തന്നെ ആ ഏരിയ മൊത്തം ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും അതേ ശബ്ദം കേട്ട് കാസിയോ അവരുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അവരവിടെയൊക്കെ പരിശോധിക്കുമ്പോൾ അവിടുത്തെ വേലി തകർത്തിട്ട് എന്തോ അകത്തേക്ക് കയറിയിട്ടുള്ളതായിട്ടാണ് അവർക്ക് കാണാൻ സാധിക്കുന്നത്. പെട്ടെന്നാണ് ഒരു വലിയ കരടി വന്നിട്ട് കാസിയെ പിടിക്കുന്നത്. അതിനുശേഷം അവൾ അവിടെ നിന്ന് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഈ സമയമാകുമ്പോഴേക്കും ബാക്കിയുള്ളവർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അവര് നോക്കുമ്പോൾ കാസിയുടെ നിലവിളി മാത്രമാണ് കേൾക്കുന്നത്. ഈ സമയം ലീന ബൈനോക്കുലറിലൂടെ നോക്കുമ്പോൾ ആ കരടി അവളെ വലിച്ചുകൊണ്ട് പോകുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വേഗം തന്നെ ആ ഏരിയയിലേക്ക് ചെന്ന് നോക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും ആ കരടിയാണെങ്കിൽ കാസിയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു. അതൊക്കെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ലീനയും കൂട്ടരും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. അവരെല്ലാവരും ആ ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടത്തിൽ വെൻഡ്രസിന് മാത്രമേ ആ ലൈറ്റ് ഹൗസിന്റെ അകത്തേക്ക് പോയി അവിടെ പരിശോധിക്കണം എന്നുള്ളൂ. ബാക്കിയുള്ളവർ ശരിക്കും പേടിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ 6 ദിവസം നടക്കണം. അതിനേക്കാളും നല്ലത് ആ കടൽ തീരത്തേക്ക് പോയിട്ട് ആ ഷിമ്മറിന്റെ ബോർഡർ ക്രോസ് ചെയ്തിട്ട് പുറത്തേക്ക് പോവാന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ അവർ വെൻഡ്രസിന്റെ പുറകെ പോകുന്നത്. അങ്ങനെ കുറെ നടന്ന് ഒരിടത്തെത്തുമ്പോൾ കാസിയുടെ ഷൂ അവിടെ കിടക്കുന്നവർ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ ബോഡി എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ലീന ആ ഏരിയ ഒക്കെ പരിശോധിക്കാൻ തുടങ്ങി. കുറെ മുന്നിലെത്തി കഴിയുമ്പോഴാണ് അവളൊരു മാനിനെ കാണുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു മാനായിരുന്നത്. മാത്രമല്ല അവൾ അതിനെ നോക്കുമ്പോൾ അതിപ്പോ രണ്ടായിട്ട് മാറുകയാണ്. അങ്ങനെ ആ മാന അവളെ കണ്ടു കഴിയുമ്പോൾ അത് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. വളരെ വിചിത്രമായ ഒരു കാഴ്ചയായിരുന്നത്. അങ്ങനെ അതിനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നടന്നു കഴിയുമ്പോൾ അവൾക്ക് കാസിയുടെ ബോഡി കാണാൻ സാധിക്കുന്നുണ്ട്. അവൾ മരിച്ചു എന്ന് ഉറപ്പാക്കി കഴിഞ്ഞതിന് ശേഷം ലീന തിരിച്ച് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് തന്നെ പോവാണ്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. കുറെ നടന്ന് കുറച്ച് വീടുകളുള്ള ഒരു സ്ഥലത്താണ് അവർ എത്തി നിൽക്കുന്നത്. ഈ സമയത്താണ് മറ്റൊരു വിചിത്രമായ കാഴ്ച അവർ കാണുന്നത്. അതായത് അവിടെ കുറച്ച് മരങ്ങൾ വളർന്നു നിൽക്കുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ മനുഷ്യന്റെ ആകൃതിയാണ്. ആ മരങ്ങൾക്കും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് കാണുമ്പോഴാണ് ജോസി ഒരു കാര്യം പറയുന്നത്. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് നമ്മുടെ സിഗ്നൽസ് ഒന്നും പുറത്തേക്ക് പോവാത്തതെന്ന്. നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു പ്രിസത്തിനുള്ളിലാണ്. പ്രിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? അതിനകത്തേക്ക് പ്രകാശം വന്നു കഴിഞ്ഞാൽ പ്രിസം പ്രകാശത്തിനെ വളച്ചൊടിക്കും. അതുപോലെ തന്നെയാണ് ഈ ഷിമ്മറിന്റെ അകത്തെ കാര്യം. ഇതിനകത്തേക്ക് എന്ത് വന്നാലും ഈ ഷിമ്മർ അതിനെ വളച്ചൊടിക്കും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ DNA പോലെ അത് ആൾട്ടർ ചെയ്യും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ജോസി പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും അവിടുത്തെ ഒരു വീടിന്റെ അകത്തെത്തി. സമയം രാത്രിയായിട്ടുണ്ട്. ഈ സമയത്താണ് ആന്യ അവളുടെ ശരീരത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതായത് അവളുടെ കയ്യിൽ ഒരു ഭാഗം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും അവളുടെ ശരീരത്തിന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന കാര്യം അവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൾ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. എല്ലാവരും ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. ഈ സമയത്താണ് ലീനയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. കെയ്നും ലീനയും തമ്മിൽ ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലീനയ്ക്കാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ കണ്ട ഡാനിയലുമായിട്ട് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ആ കാര്യം കെയ്ൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൻ ആ ആത്മഹത്യാ പ്രേരണയൊക്കെ വന്നത്. മാത്രമല്ല ഈ ഒരു കാരണം കൊണ്ടാണ് അവൻ ഈ മിഷൻ തെരഞ്ഞെടുത്തതും. ഈ ഒരു കാര്യം അവൾക്കിപ്പോ മനസ്സിലായി. അവൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആന്യ വന്നിട്ട് അവളെ ഇടിച്ച് ബോധം കെടുത്തുന്നത്. അവർക്ക് ബോധം വരുമ്പോൾ ആന്യ അവിടെയുള്ള 3 പേരെയും കെട്ടിയിട്ടിരിക്കുകയാണ്. ഒന്നാമത്തെ കാരണം കാസി മരിച്ചത് അവൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പിന്നെ ഒരു റീസൺ ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്യക്ക് ലീനയുടെ ഒരു മാല കിട്ടിയിട്ടുണ്ട്. അതിലെ ലോക്കറ്റിൽ കെയ്ന്റെ ഒരു ഫോട്ടോയുണ്ട്. അത് അവളുടെ ഹസ്ബൻഡാണ് എന്ന കാര്യം ആന്യക്ക് മനസ്സിലായി. എന്നാൽ ഇതുവരെയായിട്ടും ലീന ആ കാര്യം അവളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. മാത്രമല്ല കാസി ആ കരടി പിടിച്ചു എന്ന കാര്യം ലീന പറഞ്ഞിട്ടാണ് അവൾക്കറിയാം. അല്ലാതെ ആന്യ നേരിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം അവൾക്ക് ഇപ്പൊ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതൊന്നും കൂടാതെ ആന്യയുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. കെയ്ൻ ആ പട്ടാളക്കാരനെ ചെയ്തതുപോലെ ഇവരെല്ലാവരും കൂടെ തന്റെ വയറ് കീറും
കയറുമോ എന്നൊരു പേടിയും കൂടെ അവൾക്കുണ്ട്. അതുകൊണ്ടാണ് അവൾ എല്ലാവരെയും കെട്ടിയിട്ടിരിക്കുന്നത്. മാത്രമല്ല അവരെ കൊല്ലാനാണ് അവൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അവളുടെ മനസ്സിലുള്ള ഈ കാര്യങ്ങളൊക്കെ അവരുടെ അടുത്ത് പറയുമ്പോഴാണ് പെട്ടെന്ന് പുറത്തു നിന്നൊരു നിലവിളി കേൾക്കുന്നത്. അത് ക്യാസിയുടെ ശബ്ദമായിരുന്നു. അപ്പൊ അവൾക്ക് ജീവനുണ്ട് എന്ന കാര്യം ആനിക്ക് മനസ്സിലായി. അവൾ വേഗം തന്നെ ഒരു തോക്ക് എടുത്തിട്ട് വെളിയിലേക്ക് ഇറങ്ങാണ്. പിന്നീട് അവർ കേൾക്കുന്നത് ആന്യയുടെ നിലവിളി മാത്രമാണ്. അത് ആ കരടിയായിരുന്നു. ആ കരടിക്കും മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുണ്ട്. അത് ക്യാസിയെ പിടിച്ചപ്പോ ക്യാസിയുടെ മനസ്സും ആ കരടിയുമായിട്ട് ലിങ്ക് ആയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അതിനിപ്പോ ക്യാസിയുടെ ശബ്ദത്തിൽ കരയാൻ സാധിക്കുന്നത്. അങ്ങനെ കരടി ഉടനെ തന്നെ അതിനകത്തേക്ക് വന്നിട്ട് അവരെ എല്ലാവരെയും മണപ്പിച്ച് നോക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു സമയം മണപ്പിച്ചതിന് ശേഷം അതിപ്പോ ജോസിയാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ ജോസിയെ കൊല്ലാൻ തുടങ്ങുമ്പോഴാണ് ആന്യ വീണ്ടും തോക്കും കൊണ്ട് അകത്തേക്ക് കയറി വരുന്നത്. അവൾ ഇതുവരെയായിട്ട് മരിച്ചിട്ടില്ല. അവൾ ഉടനെ തന്നെ ആ തോക്ക് വെച്ചിട്ട് കരടിയെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അത് കാണുന്ന കരടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് ആന്യയെ അറ്റാക്ക് ചെയ്യാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ കരടി ആന്യയെ കൊന്നുകളയുകയും ചെയ്യുന്നു. അങ്ങനെ അവളെ കൊന്നിട്ട് കരടി ഇപ്പൊ ലീനയെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അത് കണ്ട ഉടനെ തന്നെ ജോസി ആണെങ്കിൽ ആ തോക്കെടുത്തിട്ട് ആ കരടിയെ വെടിവെച്ച് കൊല്ലുകയാണ്. അങ്ങനെ അത് ചത്തു കഴിയുമ്പോഴാണ് ലീനയ്ക്കൊന്ന് ആശ്വാസമാവുന്നത്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റായി കഴിയുമ്പോഴാണ് വെൻഡ്രസ് അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമുക്കിനി ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഉടനെ തന്നെ ആ ലൈറ്റ് ഹൗസിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഈ രാത്രിയിലോ ഒന്ന് നേരം വെളുത്തോട്ടെ എന്നിട്ട് നമുക്ക് ലൈറ്റ് ഹൗസിലേക്ക് പോവാം എന്നാണ് ലീന പറയുന്നത്. എന്നാൽ വെൻഡ്രസ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ പോവാണെന്നും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ ആ ലൈറ്റ് ഹൗസിലേക്ക് പോകാൻ തയ്യാറായിട്ടുണ്ട്. ഈ സമയം ജോസി നോക്കുമ്പോൾ അവൾക്ക് ശരിക്കും മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. അവളുടെ കയ്യിൽ നിന്നും ചെറിയ ഇലകളൊക്കെ വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോൾ അവൾ ലീനയുടെ അടുത്ത് കാര്യങ്ങൾ പറയാൻ തുടങ്ങി. വെൻഡ്രസ് ആ ലൈറ്റ് ഹൗസിലേക്ക് പോയിരിക്കുന്നത് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ആണെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ ഞാൻ ഇത് രണ്ടും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി നിങ്ങളുടെ കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൾ തിരിച്ചു നടക്കാൻ തുടങ്ങി. അവൾ നടക്കുന്നതിനനുസരിച്ച് അവളുടെ ശരീരത്തിൽ നിന്നും ആ വള്ളികളൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവൾ കുറച്ചും കൂടെ നടന്ന് മുന്നിലെത്തുമ്പോൾ ലീന അവളുടെ പുറകെ പോകുന്നുണ്ട്. എന്നാൽ ലീനയ്ക്ക് അവളെ ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. കാരണം അവൾ ഇപ്പൊ പൂർണ്ണമായിട്ടും ഒരു മരമായിട്ട് മാറിയിരിക്കുകയാണ്. അതൊക്കെ കണ്ട് ആകെ വിഷമിച്ച് നിൽക്കാണ് ലീന. ഓക്കെ, അപ്പൊ എല്ലാവരും പോയി, പക്ഷെ നീ എങ്ങനെയാണ് തിരിച്ചു വന്നത്? ലൊമാക്സ് അവളുടെ അടുത്ത് ചോദിക്കുന്നു. അതിന് ഞാൻ എന്തു മറുപടിയാണ് നിങ്ങളോട് പറയേണ്ടത്? അവർക്ക് ആർക്കും തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നില്ലായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത് എന്നൊരു മറുപടിയാണ് അവൾ ലൊമാക്സിന് കൊടുക്കുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം വീണ്ടും അവൾ ആ കഥയിലേക്ക് കിടക്കുകയാണ്. അവൾ അങ്ങനെ നടന്ന് ആ ലൈറ്റ് ഹൗസിന്റെ അടുത്തെത്തി. അതിനു ചുറ്റും കുറെ മരമൊക്കെ വളർന്നു നിൽക്കുന്നുണ്ട്. അതൊക്കെ ക്രിസ്റ്റൽ പോലെയാണ് ഇരിക്കുന്നത്. അതിലേക്കൊക്കെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ വേഗം തന്നെ ആ ലൈറ്റ് ഹൗസിന്റെ അകത്തേക്ക് കയറാണ്. അതിനുള്ളിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ ഒരു ഹോള് കാണുന്നുണ്ട്. മാത്രമല്ല കുറച്ചപ്പുറത്തായിട്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ കരിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ മനുഷ്യന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവൾ ഒരു ക്യാമറ ശ്രദ്ധിക്കുന്നത്. അവൾ വേഗം തന്നെ ആ ക്യാമറയിലുള്ള വിഷ്വൽസ് ഒക്കെ നോക്കുകയാണ്. കെയ്ൻ ആണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ ഹോളിന്റെ അകത്ത് എന്തോ ഒരു ലൈറ്റ് ഒക്കെ കാണുന്നുണ്ട്. മാത്രമല്ല മനുഷ്യനെ പോലെ ഇരിക്കുന്ന ഒരു രൂപത്തെയും ആ ഹോളിന്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കെയ്ൻ അവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ആ ക്യാമറയുടെ അടുത്തായിട്ട് വേറൊരാൾ നിൽക്കുന്നുണ്ട്. അയാളുടെ അടുത്താണ് കെയ്ൻ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കരുതിയത് ഞാനൊരു മനുഷ്യനായിരുന്നു എന്നാണ്. എനിക്കൊരു ജീവിതവും ഉണ്ടായിരുന്നു. ആളുകൾ എന്നെ വിളിച്ചിരുന്നത് കെയ്ൻ എന്നാണ്. എന്നാൽ ഇതൊന്നും ഇപ്പൊ എനിക്കില്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോ ഞാൻ നീയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഉടനെ തന്നെ ലീനയെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അവൻ ഒരു ഗ്രനേഡ് എടുത്ത് സ്വയം പൊട്ടിത്തെറിക്കുകയാണ്. അങ്ങനെ അവൻ പൊട്ടിത്തെറിച്ച് കഴിയുമ്പോൾ ആ ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആള് പുറത്തേക്ക് വരികയാണ്. അയാളുടെ രൂപവും കെയ്നെ പോലെ തന്നെയാണ്. ഇതിൽ നിന്നൊക്കെ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഒറിജിനൽ കെയ്ൻ മരിച്ചുപോയി. ഇപ്പൊ പുറത്തുള്ളത് അവന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഒരു ഞെട്ടലോടെയാണ് അവൾ ആ കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. അങ്ങനെ ആ വിഷ്വൽസ് ഒക്കെ കണ്ടതിന് ശേഷം അവൾ നേരെ അവിടെയുള്ള ഹോളിന്റെ അകത്തേക്കാണ് ഇറങ്ങുന്നത്. അതൊരു ഗുഹ പോലെയായിരുന്നു. അതിന്റെ അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് ആ വെൻഡ്രസിനെ അവള് കാണുന്നത്. അവരും അവിടെ ഇരിക്കുന്നുണ്ട്. ലീനയെ കാണുമ്പോൾ അവള് സംസാരിക്കാൻ തുടങ്ങി. ഈ ലൈറ്റ് ഹൗസിനുള്ളിൽ എന്താണുള്ളത് എന്നറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ ഒരു രൂപം ഉണ്ടായിരുന്നു. ഞാൻ അതിനോട് സംസാരിച്ചു. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. അതിപ്പോൾ എന്റെ ശരീരത്തിനകത്താണുള്ളത്. ഇവിടെയുള്ള ഈ ഷിമ്മർ ഉണ്ടല്ലോ, അത് ഈ ലോകം മൊത്തം വ്യാപിക്കാൻ പോവാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ആ വെൻഡ്രസ് പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൾ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അവളുടെ ശരീരത്തിലെ കോശങ്ങളൊക്കെ ഇങ്ങനെ ചെതറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതെല്ലാം കൂടി ചേർന്നിട്ട് ഒരു സിംഗുലാരിറ്റിയാണ് അവിടെ ക്രിയേറ്റ് ആവുന്നത്. ഇതൊക്കെ വളരെ അത്ഭുതത്തോടെയാണ് ലീന നോക്കി നിൽക്കുന്നത്. ഈ സമയത്താണ് ആ സിംഗുലാരിറ്റി അവളുടെ ശരീരത്തിൽ നിന്നും ഒരു ഡ്രോപ്പ് ബ്ലഡ് അകത്തേക്ക് വലിക്കുന്നത്. അങ്ങനെ ആ ബ്ലഡ് അകത്തേക്ക് എത്തിക്കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങനെ വിഭജിക്കാൻ തുടങ്ങി. അങ്ങനെ അതെല്ലാം കൂടി ചേർന്ന് മറ്റൊരു രൂപമായിട്ട് മാറുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ലീനയ്ക്ക് ശരിക്കും പേടിയാവാൻ തുടങ്ങി. അവൾ വേഗം തന്നെ പുറത്തേക്ക് ഓടിപ്പോവാണ്. എന്നാൽ അപ്പോഴേക്കും ആ രൂപവും പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. അവൾ എങ്ങനെയാണോ ചലിക്കുന്നത് അതുപോലെ തന്നെയാണ് ആ രൂപവും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ രൂപം അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ കുറെ നേരം അവർ തമ്മിലുള്ള ഒരു ഫൈറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ആ രൂപം സമ്മതിക്കത്തില്ല എന്ന് മനസ്സിലാവുമ്പോൾ ലീന എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഗ്രനേഡ് എടുത്തിട്ട് ആ രൂപത്തിന്റെ കയ്യിൽ വെച്ച് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ രൂപം ഇപ്പോ അവളുടെ കോലത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. അങ്ങനെ ആ ഗ്രനേഡ് കൈ കൊടുത്തതിന് ശേഷം ലീന വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങാണ്. അതോടൊപ്പം തന്നെ ആ ഗ്രനേഡ് പൊട്ടിത്തെറിക്കാൻ തുടങ്ങി.
അങ്ങനെ ആ ലൈറ്റ് ഹൗസ് മൊത്തം കത്തിപ്പോവാണ്. അത് കത്തിപ്പോയതുകൊണ്ട് തന്നെ അവിടെ പുറത്തുള്ള ആ മരങ്ങളെല്ലാം താഴേക്ക് വീഴാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും ആ ഷിമ്മർ മൊത്തത്തിൽ അപ്രത്യക്ഷമാവുകയാണ്. ഇത്രയും കാര്യങ്ങളാണ് അവൾ ആ മിഷനെ കുറിച്ചിട്ട് ആ ലൊമാക്സിന്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഏലിയന്റെ പണിയാണല്ലേ? അതിനെ കാണാൻ എങ്ങനെയുണ്ടായിരുന്നു? അതിന്റെ ശരീരം കാർബൺ ആണോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതിന്റെ രൂപത്തെക്കുറിച്ചൊന്നും എനിക്ക് വിവരിക്കാൻ അറിയത്തില്ല. പിന്നെ അതിന്റെ ശരീരം കാർബൺ ആണോ എന്ന കാര്യം എനിക്ക് അറിയത്തില്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. പിന്നെ എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം? അയാൾ വീണ്ടും ചോദിക്കുന്നു. അതിനങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ആവാൻ ഒരു വഴിയില്ല. അത് ഇവിടേക്ക് വന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു പക്ഷേ നമ്മുടെ പരിസ്ഥിതി മൊത്തത്തിൽ നശിപ്പിക്കാനായിരിക്കും അത് ശ്രമിച്ചത് എന്നാണ് അയാൾ പറയുന്നത്. അതിവിടെ നശിപ്പിക്കുകയൊന്നായിരുന്നില്ല, ഇവിടെ മൊത്തത്തിൽ മാറ്റിയെടുക്കാനാണ് അത് ശ്രമിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ആ ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ലീന നേരെ പോകുന്നത് കെയിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഷിമ്മർ അപ്രത്യക്ഷമായതുകൊണ്ട് തന്നെ അയാളുടെ ശരീരം ഇപ്പൊ നോർമൽ അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ അവന്റെ അടുത്തെത്തിയതിനു ശേഷം അവൾ ചോദിക്കുന്നത് നീ കെയിൻ ആണോ എന്നാണ്. അത് കേൾക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നാണ് കെയിൻ അതിന് മറുപടി പറയുന്നത്. മാത്രമല്ല അവൻ അവളുടെ അടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട്, നീ ലീനയാണോന്ന്. എന്നാൽ അവളാണെങ്കിൽ അതിനൊരു ഉത്തരം കൊടുക്കുന്നില്ല. അങ്ങനെ അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയാണ്. ഈ സമയം കെയിന്റെ കണ്ണിലായിട്ട് ആ ഷിമ്മർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ലീനയുടെ കണ്ണിലും ആ ഷിമ്മർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, കെയിൻ എന്തായാലും ഡ്യൂപ്ലിക്കേറ്റ് ആണ്. പിന്നെ ലീന ഒരു കാര്യം ഉറപ്പാണ്, അകത്തേക്ക് പോയ ലീനയല്ല തീർച്ചയായിട്ടും തിരിച്ചു വന്നിരിക്കുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. ഒരു 300 കമന്റ് ആണ് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കിടിലനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.